കൊണ്ടൽ നീരാ കൊതി പോലും കോമളമാതവമേനി കൊണ്ടൽ നീരാ കൊതി പോലും കോമളമാതവമേനി കണ്ടിടുന്ന ജനങ്ങളുടെ കണ്ടിടുന്ന ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം കണ്ടിടുന്ന ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം സുകുമാര കണ്ണു നീ കൊണ്ടു വദനം കലുഷ ആവാനന്ദേ മൂലം കണ്ണു നീ കൊണ്ടു വദനം കലുഷ ആവാനന്ദേ മൂലം പ്രീതിയോടൻ മുലകളെ പ്രീതിയോടൻ മുലകളെ താതപാനം ചെയ്താലും താതപാനം ചെയ്താലും സുകുമാര പല്ലവ മൃദുലമാകും പാദം പാണികൊണ്ടെടുത്തും പല്ലവ മൃദുലമാകും പാദം പാണികൊണ്ടെടുത്തും മെല്ലവേ മുഖത്തളച്ചും മെല്ലവേ മുഖത്തളച്ചും മന്ദം പുഞ്ചിരി തൂകുന്നു മന്ദം പുഞ്ചിരി തൂകുന്നു സുകുമാര പൈതലേ നിനക്കു പരം പൈതലേ നിനക്കു പരം പൈതാകം ഉണ്ടെങ്കിലോ പൈതലേ നിനക്കു പരം പൈതാകം ഉണ്ടെങ്കിലോ പ്രീതിയോടൻ മുലകളെ പ്രീതിയോടൻ മുലകളെ പ്രീതിയോടൻ മുലകളെ താതപാനം ചെയ്താലും താതപാനം
അപ്പൊ അതാ പൂതന മോക്ഷം എന്ന് പറയും. ആണ്. ഓക്കെ. ഏത് രാഗത്തിനെ ബേസ് ചെയ്താ? ആനന്ദഭൈരവി. ആദ്യമായിട്ടാണോ കഥകളി സംഗീതം? ആദ്യമായിട്ടാണ്. മഹതിക്ക് ഇപ്പൊ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് തോന്നി? എബവ് ആവറേജ് ആയിരുന്നു. ഓക്കെ. അപ്പൊ മഹതി, ഇനി നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോകാം. മഹതിയുടെ ഈ വേല കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലം ഓർമ്മിച്ചു പോവുകയാണ്. ഒരുപാട് സ്റ്റേജിൽ പൂതനയായിട്ട് വേഷം കെട്ടിയുള്ള മനുഷ്യനാണ്. ഇതിനകത്ത് ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു അമ്മയാണ് പറയുന്നതിരിക്കണം. ആദ്യമായിട്ട് ഒരു അമ്മയുടെ വാത്സല്യം. നമ്മൾ കൃഷ്ണനെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, ലളിതയുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ആ മാതൃവാത്സല്യത്തിൻ്റെ ഒരു 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 ലാളിത്യം, ആ ഒരു ഭാവം പാട്ട് കുറവായിരുന്നില്ലേ എന്നെനിക്കൊരു സംശയം. കുട്ടി ഇതൊരു പ്രൊഫഷണലാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷേ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോ, തെറ്റിദ്ധരിക്കരുത്, ഒരു എങ്ങനെയെങ്കിലും ഇതങ്ങോട്ട് കഴിച്ചാൽ മതി, പാടിയങ്ങോട്ട് തീർത്താൽ മതി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം. ഒരു തിരുവാതിരപ്പാട്ട് പാടി അവസാനിപ്പിക്കുന്ന ഒരു ലാഘവത്തോടുകൂടി ഈ 5-6 വരി പാടി അവസാനിപ്പിച്ചു എന്ന് എനിക്കൊരു സംശയം. ഞാൻ തുറന്നു പറയുകയാണ്. ശ്രീകുമാർജി, സാറ് പറഞ്ഞ പോലെ ഇതൊരു മാതൃവാത്സല്യത്തിന്റെ അതിന് പറ്റിയ രാഗമാണ് ആനന്ദഭൈരവി. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണുള്ളത് ആ രാഗം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു കേരളീയത കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു രാഗവുമാണ്. ആനന്ദഭൈരവി ക്ലാസിക്കൽ കർണാട്ടിക്കിലും ഉണ്ട്. പക്ഷെ ഈ ഒരു ആനന്ദഭൈരവിയുടെ പല ഭാവങ്ങളും എത്രയോ കഥകളി പദങ്ങളിൽ ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ആനന്ദഭൈരവി, നീലാംബരി പോലുള്ള രാഗങ്ങൾ കേരളീയമായ ഒരു അന്തരീക്ഷം അതിന് ഓൾറെഡി ഉണ്ട് ആ രാഗത്തിന്. അപ്പൊ അതിലേക്ക് നമ്മുടെ ക്ലാസിക്കൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് മാറി ആ മദ്ദളത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് ട്രാൻസ്ഫോംഡ് ആവണം. അത് വളരെ ഈസിയാണ്. നമുക്കൊരു ഈ പറഞ്ഞ ഒരു ധ്യാനം, സംഗീതത്തിലെ ഒരു ധ്യാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ അന്തരീക്ഷത്തിലേക്ക് വരാൻ പറ്റും. മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ സംഗീതം എന്ന് പറയുന്നത്. അതിവിടെ നമുക്ക് സഹായത്തിനായിട്ട് വേഷമുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ മാറ്റാനായിട്ട് നമുക്ക് മദ്ദളം ഉണ്ട്, ചെങ്ങല ഉണ്ട്. അതിൻ്റെ ഒരു ഭംഗിയോ അത് പാടുമ്പോഴുണ്ടാകുന്ന നമുക്കൊരു ഫീലിങ്ങോ ഒക്കെ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? കഥകളി പാട്ട് നേരത്തെ കേട്ടിട്ടില്ലേ? പാട്ട് കേട്ടിട്ടുണ്ട്, കളി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പാട്ടും കളിയും കൂടെ ഒരുമിച്ച് ഇപ്പൊ സ്വന്തമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ആണ് അല്ലേ? കുറച്ചുകൂടെ ഈ കഥകളിയുമായിട്ടൊരു എക്സ്പോഷർ വരുമ്പോൾ തീർച്ചയായിട്ടും ഭാവം മാറും, കുറച്ചുകൂടെ ഉള്ളിട്ട് കയറും. നമ്മുടെ മെയിൻ പ്രൊഫഷൻ അതല്ല, കർണാട്ടിക്കാണ്, അറിയാം. എങ്കിലും നമുക്കിതൊക്കെ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും കൂടെ ഒരു എക്സ്പോഷർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഐറ്റമായിട്ട് നമ്മൾ ഒരു റൗണ്ട് കഥകളി സംഗീതം റൗണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ TV അത് എടുത്തിരിക്കുന്നത്. ശ്രീറാംജി, കഥകളി സംഗീതമാണെങ്കിലും ശരി, സോപാന സംഗീതമാണെങ്കിലും ശരി, ക്ലാസിക്കൽ കർണാടക സംഗീതമാണെങ്കിലും ശരി, ലളിത സംഗീതമാണെങ്കിലും ശരി, നമുക്ക് ശ്രുതി ഇമ്പോർട്ടൻ്റ് അല്ല. ശ്രുതി എവിടെ പോയി? പേടിയായി കഴിഞ്ഞാൽ ശ്രുതി പോകുന്നില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു ഇൻവോൾവ്മെന്റിന്റെ കുറവ് ഉണ്ടായിരുന്നു. അത് സാറ് പറഞ്ഞത് അച്ചട്ടാണത്. ശ്രുതി ശുദ്ധമായിരിക്കണം, ശ്രുതി ശ്രദ്ധിക്കുക. അത് ഇനി എന്ത് തന്നെയാണെങ്കിലും ശരി, ശ്രുതി നമുക്ക് കാതിൽ കേൾക്കണം. എനിക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്, നടനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറെ നോക്കിയിട്ട് പാടണം. നടന്റെ ഭാവവും ആ ചലനവും നമ്മൾ ആവാഹിച്ചിട്ട് വേണം നമ്മൾ പാടാൻ. അപ്പോഴേ അങ്ങോട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. മഹതി, യു ആർ എ വണ്ടർഫുൾ മ്യൂസിഷ്യൻ വിത്ത് എ വെരി പെക്യുലർ വോയിസ്, ബട്ട് യു ഷുഡ് കൺവേർട്ട് ദ വോയിസ് ടു വേരിയസ് ആസ്പെക്ട്സ്. സ്മാർട്ടായിരിക്കുക. കാരണം മഹതി ഒരു പർട്ടിക്കുലർ റൗണ്ടിൽ ഞാൻ ഫുൾ മാർക്ക് തന്നത് ഓർമ്മയുണ്ടോ മഹതിക്ക്? ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാറ്റിലും വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മഹതി, അപ്പൊ നമ്മുടെ ജഡ്ജസ് എല്ലാ അഭിപ്രായം പറഞ്ഞു. നമുക്ക് മാർക്കിലേക്ക് പോവാം. മഹതിയുടെ സർ, I am giving you 7 out of 10. Seven and a half. രാഗരത്നം അവതരിപ്പിക്കുന്ന കഥകളി ഉപാധ്യായത്തിൽ ഓരോ മത്സരാർത്ഥിക്കും 100 മാർക്ക് വീതം നേടാവുന്നതാണ്. 30 മാർക്ക് വിധികർത്താക്കളും 70 മാർക്ക് SMS-ലൂടെ ആസ്വാദകരും നിർണയിക്കുന്നു.